ഓക്കെ മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഓക്കെ, നമ്മൾ ട്രെയിനിന്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മളൊരു 3-4 ക്വസ്റ്റിനും ട്രെയിൻ. നിങ്ങളാലേക്ക് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു. ട്രെയിനിന്റെ സെക്കൻഡ് പാർട്ടാണ്. ട്രെയിനിന്റെ തന്നെ ട്രെയിൻ പ്രോബ്ലംസ് ആണ് എനിക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഉള്ള ഒരു ടോപ്പിക്കാണ് ട്രെയിൻ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ട്രെയിനിൽ നിന്നാണ്. അപ്പൊ ഇന്ന് പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ 2 പാർട്ടാണ് ട്രെയിനിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് കേട്ടോ. ഒരു ബോട്ട് ആൻഡ് സ്റ്റേയുടെ ക്ലാസ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്, തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയില്ല. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കാണുക. സ്പീഡ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഞാൻ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടു, വൈകുന്നേരം 4:30 എത്തി. 6 to 6, 6 AM to 6 PM 12 ആണ്. 12 എന്ന് പറഞ്ഞാൽ 10.5 മണിക്കൂർ. എത്രയാണ് മക്കളെ? 10.5 മണിക്കൂർ. സംശയത്തെ കൈ കൊണ്ട് കൂട്ടാം. 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 4.5, 10.5. 10.5 എന്ന് പറഞ്ഞാൽ 21/2 hours. അതാണ് ടൈം. സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 km/h. സോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. 40 × 21/2 ആണ്. എനിക്ക് യാതൊരു കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും മതി. 420 കിലോമീറ്റർ. ഓക്കെ, 2, 4, 420 കിലോമീറ്റർ ആണ് ആൻസർ. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സാർ എന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ ഞാൻ 40 കിലോമീറ്റർ പോവില്ല സാറേ. പോകൂടാ മോനെ, പൊന്നു മോൻ പോകും. അപ്പൊ 10 മണിക്കൂറിൽ ഞാൻ 400 കിലോമീറ്റർ പോവില്ല സാറേ. പോകൂടാ മോൻ പോയിക്കോളും. അപ്പൊ അരമണിക്കൂറിൽ ഞാൻ 1 മണിക്കൂറിൽ 40 ആണെങ്കിൽ അരമണിക്കൂറിൽ 20 അല്ലേ? അപ്പൊ 420 കിട്ടില്ലേ? ആ ശരിയാടാ മോനെ, അതൊക്കെ ശരിയാണ് കേട്ടോ. അരമണിക്കൂറിൽ. അപ്പൊ ആൻസർ എത്ര? 420. എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിക്ക് ശേഷം വെച്ച് ഞാൻ പറഞ്ഞു തന്നു. 1 മണിക്കൂറിൽ 40 പോകുന്ന ഞാൻ 10 മണിക്കൂറിൽ 400 പോകും. 10 മണിക്കൂറിൽ എത്ര പോകും? 400 പോകുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 10 മണിക്കൂറിൽ 400 പോകുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അരമണിക്കൂറിൽ 20, 420. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹൗ മെനി സെക്കൻഡ്സ്? ടൈം സെക്കൻഡ് കണ്ടുപിടിക്കണം. ട്രെയിൻ ആരെയാണ് പാസ് ചെയ്തത്? മാൻ. ക്രോസിംഗ് എ മാൻ, ക്രോസിംഗ് എ മാൻ, ക്രോസിംഗ് എ മാൻ. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം മാത്രം. മാൻ ആയതുകൊണ്ട് 500. വല്ല പ്ലാറ്റ്ഫോം കൊണ്ടാണോ ആണെങ്കിൽ കാണാമായിരുന്നല്ലേ? കാണാമായിരുന്നു. അതോടെ ആഡ് ചെയ്താണ്. ശരിയല്ലയോ? ഓക്കെ, ട്രെയിനിന്റെ സ്പീഡ് എത്രയാണ്? 63 കിലോമീറ്റർ. ആ പാവപ്പെട്ട മനുഷ്യന്റെ സ്പീഡ് എത്രയാണ് പറഞ്ഞേ? 3 km/h. ഏതാ എന്റെ പൊന്നുമക്കളെ ഡയറക്ഷൻ? ക്രോസിംഗ് എ മാൻ വിത്ത് ദി സ്പീഡ് ഓഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൂവിംഗ് ട്രെയിൻ. എന്ന് വെച്ചാൽ സെയിം ഡയറക്ഷൻ. സ്പീഡ് എന്ന് പറഞ്ഞാൽ S1 മൈനസ് S2. 63 - 3 60 km/h. ടൈം കണ്ടുപിടിക്കണം സെക്കൻഡിൽ. ഡിസ്റ്റൻസ് തന്നു 500 മീറ്റർ. 60 km/h മാറ്റണം 5/8 കൊണ്ട്. 5/18 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ/സെക്കൻഡ് ആവും കേട്ടോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് 500, സ്പീഡ് എന്ന് വെച്ചാൽ 60. ഇത് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഉത്തരം തെറ്റാണ്. കാരണം 1 മണിക്കൂർ ബൈ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറെ ബൈ 2 സെക്കൻഡ് വെച്ചാൽ അങ്ങ് വെട്ടുമല്ല. ഒന്നുകിൽ മണിക്കൂർ എന്താവണം? സെക്കൻഡ് ആവണം. അല്ലെങ്കിൽ സെക്കൻഡ് എന്താവണം? മണിക്കൂർ ആവണം. ഇത് ഒരേ യൂണിറ്റ് ആക്കിയാലേ വെട്ടാൻ പറ്റൂ കേട്ടോ. ഈ ടൈം എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ ടൈം? എന്റെ പൊന്ന് സാറേ, ടൈം നമുക്കറിയില്ല. അതാണ് സാറേ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കും. മോൻ പേടിക്കാതെ. പറഞ്ഞ ക്ലിയർ അല്ലോ? 6 ഇതിനകത്ത് 3 വെട്ടം. ക്ലിയർ അല്ലോ? 5 ഇതിൽ 10 വെട്ടം. ടൈം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ്. എന്ന് വെച്ചാൽ 63 km/h പോകുന്ന ട്രെയിൻ അതേ ഡയറക്ഷനിൽ 3 km/h ഓടുന്ന മനുഷ്യനെ പാസ് ചെയ്ത് മനസ്സിലായല്ലോ? 500 മീറ്റർ നീളമുള്ള ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. അതാണ് ആൻസർ. മനസ്സിലാക്കിയ ഒറ്റ കാര്യം, ടൈം സെക്കൻഡ് ആണെങ്കിൽ km/h കാണരുത്, ഓട്ടിച്ച് വിടണം. 5/8 കൊണ്ട് ഗുണിച്ച് ഓട്ടിച്ച് വിടണം. ബാക്കിയെല്ലാം പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് ചെയ്യാനാണ് എന്റെ കണക്കാണ്. എനിക്കറിയില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. 3ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണുക കേട്ടോ. ഇത് ഫസ്റ്റ് ആയിട്ടും പഠിക്കണം. ഞാൻ എന്നെ ഷോർട്ട് കട്ട് പറ്റേ പറഞ്ഞിരുന്നു മക്കളമാരെ. ഇതൊക്കെ എല്ലാവരും പാടാന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എളുപ്പമാണ് കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണോ എന്ന് എപ്പോൾ ഒരു പയ്യൻ ചോദിച്ചാൽ മതി. ഗ്രൂപ്പ് ഡി എന്നല്ല, PSCയുടെ എക്സാംസിന് പോലും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSC എക്സാംസ് എഴുതുന്നവരല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം LDC പോലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലേറ്റ്, ഏർലി, ലേറ്റ്. ഞാൻ താമസിച്ചു, നേരത്തെ വന്നു താമസിച്ചു എന്ന് വെച്ചാൽ
ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കൂട്ടണം. അതിന്റെ കൺസെപ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അതിന്റെ ആവശ്യവും നിങ്ങൾക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെറുതെ സാറ് ഞങ്ങൾ എന്തിനാ ടെൻഷൻ ആക്കുന്നതെന്ന് ചോദിക്കും. ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുക, അത് മാത്രം മതി. വേറെ CHSL CGL എന്റെ ക്ലാസ്സുകൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എഴുതുന്ന എക്സാമിന് അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പേടിച്ചു പോകും. ഓക്കെ, കുറയ്ക്കുക. മോനെ ലേറ്റ് ഇയർലി ലേറ്റ് എന്നൊരു ക്വസ്റ്റൻ അകത്തുണ്ടെങ്കിൽ ടൈമിംഗ് കൂട്ടുക, ഇയർലി ലേറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക. വേറെ ഒന്നും ആലോചിക്കണ്ട. ഡിസ്റ്റൻസ് ആണ് ചോദ്യമെങ്കിൽ S1 S2 by S1 minus S2 എങ്കിൽ പോലും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അത് പറഞ്ഞു തരാൻ, കേട്ടോ. അങ്ങനെ വിട്ടുപോകാൻ സമ്മതിക്കുന്നില്ല, മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ എന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. 10 മണിക്ക് എനിക്ക് ദിശ അക്കാഡമിയിൽ ക്ലാസ് എടുക്കാൻ വരണം. എത്ര മണിക്ക് വരണം? 10 അക്കാഡമിയിൽ എനിക്ക് എന്റെ ദിശ അക്കാഡമിയിൽ ക്ലാസ് എടുക്കാൻ വരണം. ഞാൻ 5 മിനിറ്റ് നേരത്തെ എത്തി എന്ന് പറഞ്ഞാൽ ഞാൻ 9:55 എത്തിയെന്നാണ്. ഞാൻ 10 മിനിറ്റ് ലേറ്റായി എന്ന് പറഞ്ഞാൽ 10:10 എത്തിയെന്നാണ്. ഈ സമയങ്ങൾ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ ഒരു 5ഉം ഇവിടെ ഒരു 10ഉം, അത് കൂട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത്. 10 + 5 എത്രയാണ്? 15. ഇതാണ് ഞാൻ കൂട്ടണം എന്ന് പറഞ്ഞത്. ദിശ അക്കാഡമിയിൽ എനിക്ക് 10 മണിക്ക് ക്ലാസ് എടുക്കാൻ വരണം. ഞാൻ 5 മിനിറ്റ് ലേറ്റായി, 10:05 വന്നു. പിറ്റേ ദിവസം 10:10 എന്ന് വെച്ചാൽ വീണ്ടും 10 മിനിറ്റ് ലേറ്റായി. ഈ സമയങ്ങൾ തമ്മിൽ വ്യത്യാസത്തിലാണ്, വെറും 5 മിനിറ്റ് ആണ്. അതുകൊണ്ടാണ് കുറയ്ക്കണം എന്ന് പറഞ്ഞത് 10ഉം 5ഉം. അതാണ് ഇയർലി ലേറ്റ് എന്ന് വെച്ചാൽ കുറയ്ക്കണം. ഇത് മാത്രം മക്കളമാർ പഠിച്ചു വെക്കുക. ഇതിനെ ബോക്സിൽ ഇട്ട് വെക്കുക, മനസ്സിലായല്ലോ. അത് എഴുതി വെച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം ഒട്ടും കളയാനില്ല. ഇത് മിനിറ്റ് എന്താണ് മിസ് എന്ന് വെച്ചാൽ ലേറ്റ് ആണ് 7. ഹൗ അവർ 6 ഹി റീച്ച് സ്റ്റേഷൻ ബിഫോർ എന്ന് വെച്ചാൽ ഇയർലി ആണ്. അപ്പൊ ലേറ്റ് ഇയർലി ആണെങ്കിൽ ടി എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? കൂട്ടണം, ആഡ് ചെയ്യണം. ഇയർലി ലേറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. 7 + 5 12 മിനിറ്റ്. എന്റെ പൊന്നുമക്കളെ എനിക്ക് പറയാനുള്ളത് ടൈമിനെ മണിക്കൂറാക്കി മാറ്റുക, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ്. അറിയാത്ത ആരും ഇവിടെ ഇല്ല. S1 minus S2 T. നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരമോ ഇങ്ങനെയുള്ള ദൂരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. S1 എന്ന് വെച്ചാൽ 5, S2 എന്ന് വെച്ചാൽ 6. 6 - 5 വേറെ ഒന്നും ആലോചിക്കണമെന്ന് പറഞ്ഞില്ലേ? 12/60. വേറെ പറഞ്ഞ കൺഫ്യൂസിങ് ആക്കുന്നില്ല. അങ്ങനെ പഠിക്കേണ്ടവർക്ക് നേരെ CGL CHSL ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്ലാസ്സിലോട്ട് വിട്ടോ. അവിടെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. 5 നമുക്കറിയാം, നമ്മൾ ഒരു ക്ലാസ് മാത്രമല്ല ചെയ്യുന്നത്. CHSL CGL റെയിൽവേ മാത്രം ഫോക്കസ് ചെയ്യുന്ന അക്കാഡമിയാണ് നമ്മൾ. പറഞ്ഞു ക്ലിയറല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ കൊട്ടാരക്കരയ്ക്ക് വരിക, അപ്പോഴേ വണ്ടി കയറിക്കും. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുന്ന തരുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നേരെ അങ്ങ് പോരും, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഓൺലൈനിൽ നമ്മൾ മാക്സിമം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പരമാവധി ചെയ്യുന്നു. 6. അപ്പൊ 6 കിലോമീറ്റർ ആണ് ആൻസർ. ഇത് പഠിക്കുക. ലേറ്റ് ഇയർലി ആണെങ്കിൽ കുറയ്ക്കുക, ഇയർലി ലേറ്റ് ആണെങ്കിൽ കൂട്ടുക. അത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്, കേട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. എപ്പോഴും മിനിറ്റിനെ മണിക്കൂറാക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ 2 സിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും. അതേപോലെ ഗ്യാപ്പാണ്, ഡിസ്റ്റൻസ് ആണ് 330 കിലോമീറ്റർ. ഒരു ട്രെയിൻ എയിൽ നിന്ന് ബിയിലോട്ട് പോയി, രാവിലെ 8 മണിക്ക് പുറപ്പെട്ടു. വേറൊരാൾ 9 മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്നു. ഇവന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h എന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 60 പോകും. ഇവന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 75 km/h. 8 മണി, ഇവൻ 9 മണി. ആദ്യം ആരാ മക്കളെ പുറപ്പെടുന്നത്? മക്കളമാര് പറ. ആദ്യം പുറപ്പെടുന്ന എന്റെ പൊന്നു സാറേ 8 മണിക്കുള്ളവൻ. 9 മണി എന്ന് വെച്ചാൽ 9 മണി. ഇവൻ 1 മണിക്കൂർ ഓടും. ഇവൻ 1 മണിക്കൂർ ഓടിയിട്ടേ ഇവൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, മനസ്സിലായില്ലേ? ഇവൻ ഓടി തുടങ്ങുള്ളൂ. ഇവരുടെ ഡയറക്ഷൻ ഏതാണ് സാറേ? ഇവരുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, 1 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന എന്റെ കൂട്ടുകാരൻ ഓടിക്കുന്ന ട്രെയിൻ 1 മണിക്കൂർ കൊണ്ട് 60 കവർ ചെയ്യും. അപ്പൊ 330 എന്നുള്ള ഡിസ്റ്റൻസിന് എത്ര ആവും? 270 ആവും. കാരണം 270ഉം 60 കൂട്ടിയാൽ എത്ര കിട്ടത്തുള്ളൂ? 330 കിട്ടുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മകളെ എപ്പോഴും ഒരു കള്ളൻ പോലീസിനെ പിടിക്കുന്ന ടൈം കിട്ടാൻ മീറ്റ് ചെയ്യുന്ന സമയം, മീറ്റിംഗ്. ഒരു കള്ളൻ പോലീസിനെ പിടിക്കുന്ന പ്രോബ്ലം ചോദിച്ചാലും ട്രെയിൻ മീറ്റ് ചെയ്യുന്ന സമയം ചോദിച്ചാലും നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ടൈം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സമയങ്ങൾ ഈക്വലാക്കുക. അവരെ ഓട്ടിക്കുക. സമയങ്ങൾ ഈക്വലാക്കിയിട്ട് ഓട്ടിക്കുക. അതിപ്പോൾ സെയിം ഡയറക്ഷൻ ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സമയം ഈക്വലാക്കണം.
8നെ 9 ആക്കണമല്ല, 9നെ 8 ആക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. 9 8നെ 9 ആക്കി ഇനി ഓട്ടിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 270. ഇത് റിലേറ്റീവ് സ്പീഡാണ് ഉപയോഗിക്കേണ്ടത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ S1 + S2 സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കണം. 60 + 75 270 + 135 ആൻസർ ഈസ് 2 മണിക്കൂർ. ആ സെയിം ടൈം 9 ആണ്. 2 മണിക്കൂറോടെ കഴിഞ്ഞാൽ അവർ മീറ്റ് ചെയ്യും 11 AM. 11 AM ആ ട്രെയിൻ മീറ്റ് ചെയ്തിരിക്കും. പറഞ്ഞ പേരല്ലോ, 11 AM ആ ട്രെയിൻ എന്ത് ചെയ്യും, മീറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, 10 മണിയാകുമ്പോൾ ഇവൻ 60 കവർ ചെയ്യും, ഇവൻ 75 കവർ ചെയ്യും. 135 പോയി, ബാക്കി ഇനി എത്രയേ ഉള്ളൂ, 135. വീണ്ടും 11 മണിയാകുമ്പോൾ ഇവൻ 60 കവർ ചെയ്യും, ഇവൻ 75 കവർ ചെയ്യും. അപ്പം 11 മണിയാണ് ആൻസർ. അങ്ങനെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, സാറ് ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഒന്നുകിൽ റിലേറ്റീവ് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും. കള്ളൻ പോലീസിനെ പിടിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ പോലീസുകാർ അവിടെ കയ്യും കെട്ടി നിന്നാൽ മതി, കള്ളൻ നേരെ ഇങ്ങ് ഓടി വന്നോളൂ. പറഞ്ഞ ക്ലിയർ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ. ഓക്കെ, ഇങ്ങോട്ട് ഓടത്തില്ല, കള്ളൻ അങ്ങോട്ട് ഓടുമ്പോൾ പോലീസുകാരൻ പുറകെ ഓടത്തുള്ളൂ. ഇപ്പം കള്ളന്റെ പോലീസിനകത്ത് S1 - S2 ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് മക്കളെ, ടൈം ഈക്വൽ ആവണം. ഇവിടെ 8 മണി 9 മണി. അപ്പം 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ പോകുന്നവനെ 9 മണിയാക്കുമ്പോൾ ഒരു 60 കുറയ്ക്കണം. എന്ന് വെച്ചാൽ 330 എത്ര കുറയ്ക്കണം, 60 കുറയ്ക്കണം. അപ്പൊ എത്ര ആവും, 270. ആ 270 ഇത് രണ്ടുകൂടെ കൂട്ടുക, 60ഉം 75. 270 / 135 എത്രയാണ്, 2 മണിക്കൂർ. ആ ഈക്വലായ ടൈം പ്ലസ് 2 മണിക്കൂർ. ആൻസർ ഈസ് 11 AM. ഒന്നുകൂടെ കാണുക, സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കാണുക. വരച്ച് ഞാൻ കാണിച്ചു. സമയങ്ങൾ ഈക്വലാക്കുക. സമയങ്ങൾ ഈക്വലാക്കിയതിനു ശേഷമുള്ള ഡിസ്റ്റൻസ് ബൈ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടുക, ഓപ്പോസിറ്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടുക. ഞാൻ പറഞ്ഞത് അതാണ്, എവിടെയെങ്കിലും മാറിപ്പോകുന്ന എനിക്കറിയില്ല. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കുക. സമയം ഈക്വൽ ആക്കണം. അതിപ്പോ കള്ളന്റെ പോലീസും പ്രോബ്ലം ആണെങ്കിലും ട്രെയിൻ മീറ്റ് ചെയ്യുന്ന സമയമല്ലേ. ഓക്കെ മക്കളെ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു 4 ക്വസ്റ്റ്യൻ സാർ ചെയ്തു. സപ്പോർട്ട് തരിക. എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പുതിയ സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമന്റും മസ്റ്റ് ആണ്. ഒരു ദിവസം ചെയ്തെന്ന് പറഞ്ഞ് നിർത്തരുത്. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ഉണ്ടാവണം. കൂടെ ഉണ്ടാവും ദിശ അക്കാഡമി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.